അപ്പൊ ഇങ്ങനെയുള്ള നക്ഷത്രക്കാര് വളരെ നിർബന്ധമായിട്ട് ഈ വിനായക ചതുർത്ഥി ദിവസം നിർബന്ധമായി ഗണപതി ക്ഷേത്രങ്ങളിൽ തൊഴുക, ഗണപതി ഭഗവാനെ തൊഴുക, കറുകമാല ചാർത്തുക, ഗണപതി ഹോമം കഴിക്കുക, മുക്കൂറ്റി പുഷ്പാഞ്ജലി കഴിക്കുക, ഗണപതിക്ക് നാളികേരം മുടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ഒരു ഗണപതി ഉപാസന ഇവർ തുടങ്ങി വെക്കുന്നതും അവരുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു ശ്വാസം കിട്ടാൻ, ഒരാശ്വാസം കിട്ടാൻ, ഒരു സുഖം കിട്ടാൻ നല്ലതാണ്. നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദംപുരി. നമ്മള് ഗണപതി ഭഗവാനെ ഉപാസിക്കാനും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാനും ഗണേശ അനുഗ്രഹത്തിനും വേണ്ടി ഏറ്റവും നല്ല ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ വിനായക ചതുർത്ഥി തന്നെയാണ്. ആ വിനായക ചതുർത്ഥിയുടെ കാര്യങ്ങൾ ഞാൻ മുൻപിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ വിനായക ചതുർത്ഥി ദിവസം ഏറ്റവും വലിയൊരു കാരണവും കൂടിയുണ്ട്. കാരണം വിനായക ചതുർത്ഥിക്ക് ഏറ്റവും വലിയ ഗുണം നൽകുന്നത് ലോകത്ത് ശനിദശ അനുഭവിക്കുന്നവർക്ക്, ഏഴരശനി അനുഭവിക്കുന്നവർക്ക്, കണ്ടകശനി അനുഭവിക്കുന്നവർക്ക്, കേതുർദശ അനുഭവിക്കുന്നവർക്ക് ഗണേശ ഭജനം എന്ന് പറഞ്ഞാൽ അത്യുത്തമല്ല, അമൃതാണ്. കാരണം ശനിദോഷങ്ങളെ ഏറ്റവും പെട്ടെന്ന് നീക്കി നിർത്താൻ നമ്മൾ ശാസ്താവിന്റെ കഥ പറയുന്നുണ്ട്, മഹാദേവന്റെ കഥകൾ പറയുന്നുണ്ട്. ശനിദശാകാലത്ത് ഹനുമാൻ സ്വാമിയെ ഉപാസിക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ അതിലും ഒരു കൂടുതൽ തത്തുല്യമാണ്, അല്ലെങ്കിൽ തത്തുല്യത്തേക്കാൾ കുറച്ച് മുൻപിൽ നിൽക്കുന്നതാണ് ഗണപതി ഭഗവാൻ. ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏഴരശനിക്കാലം എന്നൊക്കെ പറഞ്ഞാൽ ആ ഏഴരശനിക്കാലത്ത് രാമൻ വനവാസത്തിന് പോയെന്നാ പറഞ്ഞത്. നാട് വിട്ടു പോകണം എന്നാണ് പണ്ട് പറഞ്ഞത്. നാട് വിട്ടു പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ദേശാന്തര ഗമനം ചെയ്യണം, ദേശം വിട്ടു പോകേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എത്രയേ ഉള്ളൂ, അത്രയ്ക്ക് കഷ്ടകാലം വരിക, കണ്ടകശനി സ്ഥലത്ത് അതിന്റെ കഷ്ടകാലങ്ങൾ വരിക. അതുപോലെ തന്നെ ശനിദശ അനുഭവിക്കുമ്പോൾ അതിന്റെ കഷ്ടകാലങ്ങൾ വരിക. ഇങ്ങനെയുള്ള ശനിദശകൾ കൊണ്ട് അനുഭവങ്ങളുടെ ശനിദശയുടെ ദുരിതങ്ങൾ കൊണ്ട് അനുഭവിച്ച ശാരീരികമായ അസുഖങ്ങൾ, മാനസികമായ സംഘർഷങ്ങൾ, സാമ്പത്തിക നാശങ്ങൾ, പേരുദോഷങ്ങൾ, അങ്ങനെ പലവിധ വിഷയത്തിൽ ഇങ്ങനെ കടന്ന് ഉഴലുന്നവർക്ക് ഗണപതി ഭജനം അതികേമാണ്, അതിഗംഭീരമാണ്. ഇപ്പോൾ മറ്റേ എന്താ പറയണേ, എടവക്കൂറുകാർക്ക്, അതായത് കാർത്തിക മുക്കാലും രോഹിണിയും മകരത്തിന്റെ ആദ്യവും കൂടുന്ന എടവക്കൂറുകാർക്ക് ഇപ്പൊ കണ്ടകശനിയാണ് മെയ് മാസം വരെ. അതുപോലെ തന്നെ നമ്മുടെ കർക്കിടകക്കൂറുകാർക്ക് എന്ന് പറഞ്ഞാൽ പുണർത്തിന്റെ അവസാനവും പൂയവും ആയില്യവും എന്നവർക്ക് അഷ്ടമത്തി ശനിയാണ്. മകം പൂരം ഉത്രത്തിന്റെ നാളുകാർക്ക് കണ്ടകശനിയാണ്. വൃശ്ചികക്കൂറായി നിൽക്കുന്ന അനിഴം തൃക്കേട്ട വിശാഖത്തിന്റെ അവസാന ഭാഗവും അനിഴവും തൃക്കേട്ടയും കൂടുന്ന വൃശ്ചികക്കൂറുകാർക്ക് കണ്ടകശനിയാണ്. മകരക്കൂറായി നിൽക്കുന്ന ഉത്രാടത്തിന്റെ അവസാനത്തെ ഭാഗവും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യവും ഭാഗവുന്നവർക്ക് ഏഴരശനിയുടെ അവസാനമാണ്. അവിട്ടവും ചതയവും പൂരുട്ടാതിയുടെ ആദ്യ ഭാഗവും തള്ളുന്നവർക്ക് ജന്മശനിയാണ് ഏഴരശനിയുടെ. പൂരുട്ടാതിയുടെ അവസാനവും മുത്തട്ടാതിയും രേവതിയും കൂടുന്നവർക്ക് ഏഴരശനി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും പേര് നിലവിൽ ഏഴരശനിയും കണ്ടകശനിയും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇത്രയും നക്ഷത്രക്കാർക്ക് ഈ ചതുർത്ഥി ദിവസം ഗണപതിയുടെ നാമജപാദികളും ഗണപതി ഹോമവും ഗണപതി ദർശനവും നടത്തി കഴിഞ്ഞാൽ ശനിദോഷങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദുരിതത്തിൽ നിന്നുള്ള മോചനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ അതിന് ആ കട്ടി, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്കൊരു കട്ടി അല്ലെങ്കിൽ ആ ഖനം കുറഞ്ഞിട്ട് ഒരാശ്വാസം കിട്ടാൻ വളരെ നല്ല ദിവസമാണ് വിനായക ചതുർത്ഥി. ഇനിയിപ്പം അടുത്ത മേടമാസമൊക്കെ കഴിയുമ്പോൾ മെയ് മാസം മേട ഇടവത്തോടു കൂടി ശനിയുടെ പകർച്ച വരികയാണ്. ശനിയുടെ പകർച്ച വരുമ്പോഴോ, ശനിയുടെ പകർച്ച വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അതായത് മിഥുനക്കൂർ എന്ന് പറയുന്നത് മകരത്തിന്റെ അവസാനവും തിരുവാതിയും പുണർത്തിന്റെ ആദ്യ ഭാഗം കൂടുന്നവർക്ക് കണ്ടകശനി തുടങ്ങും. അതുപോലെ ഉത്രത്തെയും മുക്കാലും അത്തവും ചിത്രയുടെ ആദ്യ ഭാഗവും തുടങ്ങുന്ന ധനുക്കൂറുകാർക്ക് കണ്ടകശനി തുടങ്ങും. അതുപോലെ തന്നെ പൂരാടം ഉത്രാടത്തിന്റെ ആദ്യ ഭാഗമാകുന്ന ധനുക്കൂറുകാർക്ക് ആദ്യം ഉത്രത്തിന്റെ മുക്കാലവും അത്തവും ചിത്രയുടെ ആദ്യ ഭാഗമുള്ള കന്നിക്കൂറുകാർക്ക് കണ്ടകശനി തുടങ്ങും. ധനുക്കൂറായി നിൽക്കുന്ന മറ്റേ പൂരാടം ഉത്രാടത്തിന്റെ ആ ഭാഗമുള്ള അവർക്കും കണ്ടകശനി തുടങ്ങുകയാണ്. ഈ ശനിയുടെ പകർച്ച കഴിഞ്ഞ എന്ന് വെച്ചാൽ മെയ് മാസം ജൂൺ മാസത്തോടുകൂടി അവർക്ക് വരികയാണ്. മേടക്കൂറായി നിൽക്കുന്ന അശ്വതി ഭരണി കാർത്തികക്കാർക്ക് ഏഴരശനി തുടങ്ങും. ഇപ്പൊ അവർക്ക് ഏഴരശനി ഇല്ല. അപ്പം
കുറച്ചു പേർക്കും ഈ മേടമാസത്തോടുകൂടി ശനിദോഷ 7.5 ശനി കണ്ടക ശനി മാറുമ്പോൾ മറ്റൊരു കോർക്ക് തുടങ്ങുകയാണ്. അപ്പൊ അടുത്ത വിനായക ചതുർത്ഥിക്കുള്ളിൽ 7.5 ശനിയും കണ്ടക ശനിയും തുടങ്ങുന്നവരുണ്ട്. അതിനടുത്ത വിനായക ചതുർത്ഥി വരെ അനുഭവിക്കണം, ഇനി 9 മാസം അനുഭവിക്കേണ്ടവരുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള നക്ഷത്രക്കാര് വളരെ നിർബന്ധമായിട്ട് ഈ വിനായക ചതുർത്ഥി ദിവസം നിർബന്ധമായി ഗണപതി ക്ഷേത്രങ്ങളിൽ തൊഴുക, ഗണപതി ഭഗവാനെ തൊഴുക, കറുകമാല ചാർത്തുക, ഗണപതി ഹോമം കഴിക്കുക, മുക്കൂറ്റി പുഷ്പാഞ്ജലി കഴിക്കുക, ഗണപതിക്ക് നാളികേരം മുടക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ഒരു ഗണപതി ഉപാസന ഇവർ തുടങ്ങി വെക്കുന്നതും അവരുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു ശ്വാസം കിട്ടാൻ, ഒരാശ്വാസം കിട്ടാൻ, ഒരു സുഖം കിട്ടാൻ നല്ലതാണ്. ഇപ്പൊ വിനായക ചതുർത്ഥി ഗണപതി ഉപാസനയുടെ പ്രാധാന്യം പോലെ തന്നെയാണ് ഗ്രഹപ്പഴാദോഷങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ശനി ദുരിതങ്ങൾക്ക് അറുതിക്ക് ഏറ്റവും കേമത്തമാണ്. അന്നത്തെ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ കിട്ടാവുന്ന ഒരനുഭൂതി അത് വേറെ ഗുണമാണ്. കണ്ടമാനം കഷ്ടകാലത്തിൽ നിന്ന് ഒരു സാമാന്യവൽക്കരണമായ മാറ്റത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള 7.5 ശനിയും കണ്ടക ശനിയും അനുഭവിക്കുന്ന നക്ഷത്രക്കാര് ഒന്ന് പോകുന്നു നല്ലതാണ്. രണ്ടാമത് അതുപോലെ തന്നെ കേതുർദശ അനുഭവിക്കുന്ന ആൾക്കാർ, കേതുദശ എന്ന് പറയുന്ന ആൾക്കാർക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ ഈ കേതുദശ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഗണപതി ഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. കേതുദശയും ദുരിതപ്രദമായി നിൽക്കുന്ന ദശാസന്ധിയാണ്. അത് ജാതകം നോക്കുമ്പോഴാണ് അറിയാവുന്നത്. അങ്ങനെ കേതുദശ അനുഭവിക്കുന്ന ആൾക്കാർക്കും വിനായക ചതുർത്ഥി ദിവസം ഗണപതിയെ ഉപാസിക്കുന്നതും ഗണപതിയെ പ്രാർത്ഥിക്കുന്നതും ഗണപതിക്ക് വേണ്ടതായ ഭഗവാന് വേണ്ടതായി നിൽക്കുന്ന വഴിപാടുകളും കർമ്മങ്ങളും ചെയ്ത് പ്രാർത്ഥനാനിരതമായ നാമജപാദികൾ ഏർപ്പെടുന്നതും അവർക്കും അതിഗംഭീരമാണ്, വളരെ നല്ലതാണ്, അതിനന്മയാണ്. അപ്പം ഏറ്റവും പ്രാധാന്യം ശനിദശ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ശനിദശാദോഷങ്ങൾക്ക് പൂർണ്ണ പരിഹാരമാണ് വിനായക ചതുർത്ഥി. ശനിദശയുടെ കഷ്ടപ്പെടുന്നവർക്ക് പരിഹാരമാണ് വിനായക ചതുർത്ഥി. ഗണപതി ഉപാസന തന്നെ ശനിദോഷങ്ങളിൽ നിന്ന് മാറ്റും. അങ്ങനെ കണ്ടകശനി അനുഭവിക്കുന്നവരും ഇനി അനുഭവിക്കാൻ പോകുന്ന മിഥുനക്കൂറുകാര്, കന്നിക്കൂറുകാര്, ധനിക്കൂറുകാര് എന്ന് പറയുന്ന കണ്ടകശനിക്കാർ ഇനി അനുഭവിക്കാൻ അവർക്ക് വരുവാണ്. ശനി പകർച്ച കഴിഞ്ഞ 2.5 വർഷത്തേക്ക് കണ്ടകശനി വരുവാണ്. ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇനി കഷ്ടിച്ചൊരു 9-10 മാസം കൂടെ ഉള്ളൂ, അവരുടെ തീരാൻ പോവുകയാണ്. ഇങ്ങനെയുള്ളവർക്കെല്ലാം അടുത്ത വർഷം വിനായക ചതുർത്ഥി വരെ നമുക്ക് സമയമുള്ളത് കൊണ്ടും നമുക്ക് ഒരു ഗണപതി ഉപാസന തുടങ്ങാം. ദിവസം 108 നാമം ജപിച്ചാൽ മതി. ഭഗവാന്റെ നാമങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കാണുന്നതും കേൾക്കുന്നതും ജപിക്കുന്നതും നല്ലതാണ്. അങ്ങനെ ഒരു ഉപാസനാ സങ്കല്പം കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മോക്ഷാണ്, അത് ഗംഭീരാണ്, അത് ക്ഷേമാണ്, ഒരുപാട് മാറ്റങ്ങളിലേക്ക് വരും. അതുകൊണ്ട് വിനായക ചതുർത്ഥി ഗണപതി ഉപാസനയോടൊപ്പം തന്നെ അത് ദുരിതങ്ങളിൽ നിന്നുള്ളൊരു മോചനം കൂടെയാണ്, സങ്കടങ്ങളിൽ നിന്നുള്ളൊരു മോചനമാണ്, ഒരു സംരക്ഷണവും കൂടെയാണ്, ഒരു എന്താ പറയണേ, ഒരു പ്രത്യേകമായ അനുഗ്രഹങ്ങളുടെ ദിവസവും കൂടെയുണ്ട്. അതുകൊണ്ട് ശനി ഉപാസകര് വിനായക ചതുർത്ഥി കൃത്യമായി പരിപാലിക്കുക. നമസ്കാരം, ഗോവിന്ദ നമ്പൂരി.